മരുഭൂമിയിലെ ഒരു അത്ഭുത വൃക്ഷമായ ഈന്തപ്പനയിൽ നിന്ന് കേരളത്തിലെ സാഹചര്യത്തിലും വിളവുണ്ടായതിന്റെ ആഹ്ലാദത്തിലാണ് പോർക്കുളം മണലി ജിക്സനും കുടുംബവും. ഗൾഫിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും ഈന്തപ്പഴം ഉണ്ടാകുമെന്ന് തെളിയിച്ചതിന്റെ സന്തോഷം കുടുംബത്തിനാകെയുണ്ട്. 2004 ഷാർജ വിമാനത്താവളത്തിൽ നിന്ന് ജിക്സൺ പുറത്തിറങ്ങിയപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചകളിലൊന്നായിരുന്നു ഇടതൂർന്നു നിൽക്കുന്ന ഈന്തപ്പഴങ്ങൾ. ജിക്സൺ അത് മനസ്സിൽ സൂക്ഷിക്കുക മാത്രമല്ല, നാട്ടിലെത്തിയപ്പോൾ ഒരു ഭാഗ്യപരീക്ഷണം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. 3 വർഷം മുൻപാണ് 6 വലിയ ഈന്തപ്പന തൈകൾ ജിക്സൺ വീട്ടിൽ നട്ടത്. കൗതുകത്തിനായി നട്ട ഈന്തപ്പനകളാണ് ഇപ്പോൾ കുലച്ചത്. ഈന്തപ്പനയിലെ ഒന്നിൽ 15 കുലയോളം ഈന്തപ്പഴം ഉണ്ടായിട്ടുണ്ട്. ജെ ഗ്രൂപ്പ് ഉടമസ്ഥനായ ജിക്സൺ പാവർട്ടി ഗ്രോ പ്ലാന്റേഷനിൽ നിന്നാണ് ഈന്തപ്പന തൈകൾ വാങ്ങിയത്. ഇത് നമ്മുടെ വീടിന്റെ സൈഡിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ്. അത് ഇപ്പോൾ ഈ കൊല്ലം ഇത്രയധികം വിളവെടുപ്പതുമുണ്ടായി. നമ്മുടെ അവിടെ ഈ ചൂടിൻ്റെ ആധിക്യം കാരണമാണ് ഇത്രയും അധികം ഉണ്ടാവാനുള്ള കാരണം. ഞാൻ ഷാർജ എയർപോർട്ടിൽ ചെന്നിറങ്ങിയിട്ട് 2004 ചെന്നിറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്ത് കടന്നപ്പോൾ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ഒരു കാഴ്ചയിൽ പെട്ടതാണ് ഈന്തപ്പന. അതിൻ്റെ ബേസ് ഇതിലാണ് ഇവിടെ ഇത് വെക്കാനായിട്ടുള്ള കാരണം. നാടൻ വളവും പേരിന് രാസവളവും ഇടാറുണ്ടെന്നും ഇതിന്റെ പരിപാലന ചുമതലയുള്ള ചന്ദ്രൻ പറയുന്നു. എന്താ ചെയ്യാറ്? ആട്ടുകാട്ടം, പിന്നെ ചാണകപ്പൊടി, ലേശം ഇംഗ്ലീഷ് വളവും. വീട്ടുകാർക്കും ഇത്തരത്തിലുണ്ടായ അപൂർവ വിളവ് കൗതുകവും ആശ്ചര്യവുമാണ്. വീട്ടിൽ തന്നെ പോഷകഗുണമുള്ള ഈന്തപ്പഴം വിളയിച്ചെടുക്കാനായതിന്റെ സന്തോഷം ഇവർ പങ്കിട്ടു. ഈത്തപ്പഴം അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് മേടിപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാവണേ. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കണ അതേ മധുരത്തിൽ തന്നെയാണ് ഈത്തപ്പഴം ഉണ്ടായതിൽ വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷത്തിനോട് കൂടിയിട്ട് ഒരു അതിശയം കൂടിയിട്ടാണ് ഈ പാടശേഖരത്തോടനുബന്ധിച്ചുള്ള ഈ ഒരു സൗധം, അതിനോടനുബന്ധിച്ച് ഈന്തപ്പന കൊലച്ച് നിൽക്കുന്നത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ പ്രദേശത്ത്. പരമ്പരാഗതമായി മരുഭൂമി കാലാവസ്ഥയിൽ വളരുന്ന സസ്യമായിട്ടും വിളവുണ്ടായത് ഇത്തവണത്തെ കനത്ത ചൂട് കാരണമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിന്റെ ഉയർന്ന ഈർപ്പവും നീണ്ട മഴക്കാലവും കാരണം വാണിജ്യാടിസ്ഥാനത്തിൽ വലിയ വിളവ് ലഭിക്കുക ബുദ്ധിമുട്ടെങ്കിലും അലങ്കാരത്തിനും ചെറിയ തോതിലുള്ള ഫലോൽപാദനത്തിനും വിജയകരമായി ഇവയെ വളർത്തിയാൽ എപ്പോഴും നിരാശപ്പെടേണ്ടി വരില്ല എന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ് പോർക്കുളത്തെ ഈ കാഴ്ച.